തിരുവിതാംകൂർ ചരിത്രം പഠിക്കാനൊരുങ്ങുന്ന ഒരാളിനെ ആദ്യമായി ആകർഷിക്കുന്ന 3-4 സംഭവങ്ങളുണ്ട്. ഒന്ന്, ഉമയമ്മ റാണിയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ. രണ്ടാമത്തേത്, ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ മാർത്താണ്ഡവർമ്മ നടത്തിയ പടയോട്ടങ്ങളും പോരാട്ടങ്ങളും. അത് കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരം. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പോരാട്ടങ്ങൾ. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെടുന്നതാണ് പുന്നപ്ര വയലാർ സമരം ഒക്കെ. ഇതിനിടയിൽ രാജഭക്തരെയും ദൈവഭക്തരെയും ഒക്കെ ആകർഷിക്കുന്ന 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഒന്ന്, മുറജപവും രണ്ടാമത്തേത് തൃപ്പടിദാനവും. മുറജപം നമുക്കറിയാം. പക്ഷേ തൃപ്പടിദാനം എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തൃപ്പടിദാനം നമുക്കറിയാം. മാർത്താണ്ഡവർമ്മ തൻ്റെ അധീനത്തിലുള്ള അല്ലെങ്കിൽ താൻ കീഴടക്കിയ രാജ്യം തൻ്റെ കുലദേവനായ ശ്രീപത്മനാഭൻ്റെ കാൽക്കൽ വെച്ച് ഉടവാൾ വെച്ച് നമസ്കരിച്ച് ശ്രീപത്മനാഭദാസൻ എന്ന പേരോടുകൂടി പത്മനാഭൻ്റെ പ്രതിനിധിയായി നാട് ഭരിക്കുക എന്ന സങ്കല്പമാണ് ഇതിനകത്ത് ഉള്ളത്. 1750 സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് മാർത്താണ്ഡവർമ്മ ഇത് ചെയ്തു? അപ്പോൾ നമ്മൾ സാധാരണ രാജഭക്തന്മാരെല്ലാം പറയുന്ന ലോകത്താദ്യമാണ് മാർത്താണ്ഡവർമ്മ ഇങ്ങനെ ഒരു രാജ്യം തന്നെ സ്വന്തം കുലദേവന് നടക്കി വയ്ക്കുന്ന ഒരു രീതി ലോകത്താദ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ എത്ര കണ്ട് വാസ്തവമുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഈ എന്തുകൊണ്ട് മാർത്താണ്ഡവർമ്മ ഇത് ചെയ്യും? ഇതിനെക്കുറിച്ച് 4 വ്യാഖ്യാനങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ശ്രീപത്മനാഭൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടാണ് ഏകദേശം കന്യാകുമാരി, തിരുവനന്തപുരം 2 ജില്ലകൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന തിരുവിതാംകൂറിനെ കോട്ടയം മീനച്ചലാറിൻ്റെ തീരം വരെ വിസ്തൃതമാക്കാൻ കഴിഞ്ഞത് ശ്രീപത്മനാഭൻ്റെ കൃപാകടാക്ഷം കൊണ്ടാണ്. രണ്ടാമത്തേത്, മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടത്തിനിടയിൽ പല ബ്രാഹ്മണരെയും ഉപദ്രവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും ചിലരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട് എന്നും ചില ബ്രാഹ്മണ ഇല്ലങ്ങളെ നശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും അതിൻ്റെ ബ്രഹ്മഹത്യാ പരിഹാര ദോഷത്തിന് വേണ്ടിയാണ് ഈ രാജ്യം ശ്രീപത്മനാഭനെ നടക്കി വെച്ചത് എന്നാണ് രണ്ടാമത്തെ ഭാഷ്യം. ഇനി മൂന്നാമതൊരു ഭാഷ്യം, അതുവരെ മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി ക്ഷാത്രവാഴ്ച, അതായത് ഏകഛത്രാധിപത്യത്തിന് കീഴിലുള്ള ഒരു ക്ഷാത്രവാഴ്ച നടപ്പിലാക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അതിനു മുമ്പ് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഒരു തരം ഫ്യൂഡൽ വാഴ്ചയാണ് ഇവിടെ നടന്നിരുന്നത്. പിള്ളമാരെന്നൊക്കെ പറയുന്ന വാൾ പിടിച്ച പിള്ളയും ഒക്കെ ശ്രീഭണ്ഡാരത്ത് പിള്ളയും ഒക്കെ നടത്തിയിരുന്ന വാഴ്ചയുടെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ പ്രഭുക്കന്മാരെ മുഴുവൻ തച്ചുടച്ചിട്ടാണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ പ്രഭുക്കന്മാരും അവരുടെ ശിങ്കിടികളും മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ ജനകീയ കലാപം അഴിച്ചുവിടാൻ ആരംഭിച്ചു എന്നും അതിനെ പ്രതിരോധിക്കാനാണ് മാർത്താണ്ഡവർമ്മ രാജ്യം ശ്രീപത്മനാഭനെ നടക്കി വച്ചത് എന്നും, അങ്ങനെ വരുമ്പോൾ കലാപം നടത്തുന്നവർ ശ്രീപത്മനാഭനെതിരെ, ദൈവത്തിനെതിരെ കലാപകാരികളായി മാറുമെന്നും അത് നരകത്തിൽ പോകാൻ ഇടയാകുമെന്നും ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് ശ്രീപത്മനാഭന് രാജ്യം നടക്കി വെച്ചു എന്നാണ് മൂന്നാമത്തെ ഭാഷ്യം. നാലാമത്തെ ഭാഷ്യം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് വെറുമൊരു ക്ഷേത്രമല്ലെന്നും അതൊരു ക്ഷേത്ര രാജ്യമാണ് എന്നും ശ്രീപത്മനാഭൻ്റെ രാജ്യത്തിലെ മേൽക്കോയ്മ, അതായത് സംരക്ഷണ ചുമതല മാത്രമേ മാർത്താണ്ഡവർമ്മയ്ക്കുള്ളൂ എന്നും അതുകൊണ്ട് നടക്കി വെച്ചാലും ഇല്ലെങ്കിലും ഈ രാജ്യത്തിന് എത്ര കണ്ട് വിസ്തൃതി വരുന്നുവോ അത്രയും ഭൂമി ശ്രീപത്മനാഭൻ നേരിട്ട് ചെല്ലുമെന്നും ശ്രീപത്മനാഭൻ്റേതായി മാറുമെന്നും അതുകൊണ്ട് നടക്കി വെച്ചാലും ഇല്ലെങ്കിലും ഈ ഭൂമി പത്മനാഭൻ്റേതാണ് എന്നും ആണ് നാലാമത്തെ ഭാഷ്യം. ഈ 4 ഭാഷ്യങ്ങളിലും അല്പസ്വല്പം സത്യങ്ങളും കുറേയൊക്കെ ശരികളുമുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാന വിഷയം ഇതല്ല. നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ മാർത്താണ്ഡവർമ്മയാണോ ലോകത്താദ്യമായി ശ്രീപത്മനാഭന്
തൃപ്പടിദാനം നടത്തിയത് എന്നാണ്. ഉത്തരം അല്ല എന്ന്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദു രാഷ്ട്രം പ്രകടന പത്രിക ആക്കിക്കൊണ്ട് അധികാരത്തിൽ വരുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേരാണ് വിജയനഗര സാമ്രാജ്യം. 1346 മാർത്താണ്ഡവർമ്മയ്ക്കും 400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹരിഹരൻ എന്നും ബുക്കൻ എന്നും പേരുള്ള 2 പ്രഭുക്കന്മാർ തൊട്ട് അടുത്തുള്ള പ്രവിശ്യകളെല്ലാം ആക്രമിച്ച് കീഴടക്കി വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുകയും ആ രാജ്യം തൻ്റെ കുലദേവനായ വിരൂപാക്ഷദേവന് സമർപ്പിക്കുകയും ചെയ്തതായി വിജയനഗര സാമ്രാജ്യ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിരൂപാക്ഷദേവൻ എന്നത് ശിവനാണ്. അപ്പോൾ ശിവഭക്തരായ ബുക്കനും ഹരിഹരനുമാണ് സഹോദരന്മാർ ഈ രാജ്യം സ്ഥാപിച്ചതും. അവരാദ്യം ചെയ്തത് താൻ ആക്രമിച്ച് കീഴടക്കിയ രാജ്യങ്ങളെല്ലാം ഹരിഹരനും ബുക്കനും തൻ്റെ കുലദേവനായ വിരൂപാക്ഷദേവന് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇത് 1346. ഇനി അപ്പോൾ ആദ്യത്തേതല്ല, ലോകത്താദ്യമായി ക്ഷേത്ര ത്തിന് മുമ്പിൽ രാജ്യം സമർപ്പിക്കുന്നത് മാർത്താണ്ഡവർമ്മയല്ല. അത് ലഭ്യമായ വിവരമനുസരിച്ച് വിജയനഗര സാമ്രാജ്യമാണ്. അത് മൈസൂറിലാണ്, ഇന്നത്തെ കർണാടക സ്റ്റേറ്റ്. ഇനി കേരളത്തിൽ ആദ്യത്തേതാണ് അല്ല എന്നാണ് അതിൻ്റെയും ഉത്തരം. അതായത് നമ്മുടെ ഈ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ച് ബ്രാഹ്മണന് പൂജാതി കർമ്മങ്ങളും, ക്ഷത്രിയന് രാജ്യഭാരവും, വൈശ്യന് വ്യാപാരവും, ശൂദ്രന് അടിമപ്പണിയും കൃഷിയും എന്നൊക്കെ പറയാം നമുക്ക്. ഇങ്ങനെയായിരുന്നു ആ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഒരു തൊഴിൽ വിഭജനം. ഇതിൽ ബ്രാഹ്മണന് പൂജാതി കർമ്മങ്ങളും വൈദിക വൃത്തിയുമാണ് വിധിച്ചത് എങ്കിലും കേരളത്തിൽ 3-4 രാജ്യങ്ങൾ ബ്രാഹ്മണ ഭരണത്തിന് കീഴിലായിരുന്നു. ഒന്ന് ചെമ്പകശ്ശേരി, രണ്ടാമത്തേത് പറവൂർ, മൂന്നാമത് ഇടപ്പള്ളി. അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രാഹ്മണാധിപത്യത്തിന് കീഴിലായിരുന്നു. അതിൽ ചെമ്പകശ്ശേരിയിലെ 1615 മുതൽ 1623 വരെ, അതായത് മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറുന്നതിന് 100-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട് ഭരിച്ചിരുന്ന, അതായത് ചെമ്പകശ്ശേരി ഭരിച്ചിരുന്ന, അതായത് അമ്പലപ്പുഴ ഭരിച്ചിരുന്ന പൂരാടൻ തിരുനാൾ രാജാവ് തൻ്റെ രാജ്യം തൻ്റെ കുലദേവനായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ മുമ്പിൽ നടക്കുവച്ച് ദേവനാരായണൻ എന്ന പേര് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്നത് പൂരാടൻ തിരുനാൾ ദേവനാരായണൻ. ആ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ എല്ലാ രാജാക്കന്മാരും അറിയപ്പെടുന്നത് ദേവനാരായണന്മാർ എന്നാണ്. അപ്പോൾ കേരളത്തിലും മാർത്താണ്ഡവർമ്മ ആദ്യത്തേതല്ല. കാര്യം അത് ചെമ്പകശ്ശേരി രാജാവ് ആദ്യമേ തന്നെ, അതായത് മാർത്താണ്ഡവർമ്മ ജനിക്കുന്നതിന് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അത് ആ കർമ്മം നിർവഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി തിരുവിതാംകൂറിൽ ആദ്യത്തേതാണോ എന്ന് നമുക്ക് നോക്കാം. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പ് ഭരിച്ചിരുന്ന ഭൂതലവീര മാർത്താണ്ഡവർമ്മ, അത് മറ്റൊരു മാർത്താണ്ഡവർമ്മ, അദ്ദേഹം കൊട്ടാരക്കര താവഴിയിലുള്ള ഭൂതലവീര മാർത്താണ്ഡവർമ്മ 1516 മുതൽ 1535 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലം. അദ്ദേഹം തിരുനെൽവേലി, പാണ്ഡ്യന്മാരിൽ നിന്നും തിരുനെൽവേലി ആക്രമിച്ച് കീഴടക്കി ശ്രീപത്മനാഭനെ നടക്കി വെച്ചതായി ഒരു രേഖയുണ്ട്. അതും മതിലകൻ രേഖയിലുള്ളതാണ്. ഭൂതലവീര മാർത്താണ്ഡവർമ്മ. അപ്പോൾ തിരുവിതാംകൂറിലും അദ്ദേഹം ആദ്യത്തേതല്ല, കേരളത്തിൽ ആദ്യത്തേതല്ല, രാജ്യത്ത് ലോകത്ത് ഒരിടത്തും അദ്ദേഹം ആദ്യമായി വരുന്നില്ല. ഇനി അദ്ദേഹം നടക്കി വെച്ച ആ രേഖ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവും. 925 ആണ്ട് തൈമാസം 5-ാം തീയതി ശനിയാഴ്ച മീനം വ്യാഴം ചെന്ന ഇന്നാളാൽ സർവാർപ്പണ ഓലക്കരണമാവിത്
ശ്രീ ഭണ്ഡാരക്കാര്യൻ ചെയ്വാറുകളായ ബാലമാർത്താണ്ഡവർമ്മരായ തൃപ്പാപ്പൂർ മൂപ്പിൽ നിന്നും തങ്ങൾക്കുള്ള തോവാളക്കോട്ടയ്ക്ക് പടിഞ്ഞാറ് കവണാറ്റിന് കിഴക്ക് ഈ രാജ്യത്തിനകത്തുള്ള നാളതുവരെ നമുക്ക് അവകാശമായിട്ട് അനുഭവിച്ചു വരുന്ന വസ്തുകൃത്യങ്ങളും സ്ഥാനമാനങ്ങളും മറ്റും ഏർപ്പെട്ടതും പെരുമാൾ ശ്രീ ഭണ്ഡാരത്തിലേക്ക് സർവസമർപ്പണമാകെ ആചന്ദ്രാർക്കുമേ എഴുതി കൊടുത്താൽ ശ്രീ ഭണ്ഡാരക്കാര്യൻ ചെയ്വാറുകളായ ബാലമാർത്താണ്ഡവർമ്മരായ തൃപ്പാപ്പൂർ മൂപ്പിൽ നിന്നും ഇന്നാൾക്കുമേ ഈ സർവ അർപ്പണ ഓല എഴുതിയ മേലെഴുത്ത് കണക്കൻ ശങ്കരൻ കുമാരൻ പട്ടൻ. അപ്പോൾ ശങ്കരൻ കുമാരഭട്ടനാണ് ഈ രേഖ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് അവകാശപ്പെട്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവകാശമില്ലാത്ത ഭൂമി അന്ന് തിരുവിതാംകൂറിനകത്തുണ്ടായിരുന്നു. അത് നമ്മുടെ അഞ്ചുതെങ്ങ് കോട്ടയും അതിൻ്റെ ചുറ്റുവട്ടമുള്ള 250 ഏക്കറുമാണ്. ഇത് ശ്രീ പത്മനാഭന് നടക്കി വയ്ക്കാനുള്ള അവകാശം മാർത്താണ്ഡവർമ്മയ്ക്കില്ല. അതുകൊണ്ടാണ് പ്രത്യേകം ഇവിടെ നമുക്ക് അവകാശമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിനെ ആകപ്പാട് തന്നെ മാർത്താണ്ഡവർമ്മ നടക്കി വെച്ചില്ല എന്നുള്ളതാണ് ഒരു രേഖ. പക്ഷേ നമ്മൾ ചരിത്രകാരന്മാർ എഴുതി പോയിരിക്കുന്നത് ഇതെല്ലാം പൂർണ്ണമായി ഈ ഒരു തരി എല്ലാ തൂണും തുരുമ്പും കല്ലും പുല്ലും എല്ലാം പത്മനാഭസ്വാമിക്ക് നടക്കി വച്ചു എന്നാണ് പൊതുവെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രേഖയിൽ പറയുന്ന ആരുവാമൊഴി നമുക്കറിയാം കന്യാകുമാരി കഴിഞ്ഞിട്ടാണ്. കവണാറ് എന്ന് പറയുന്നത് ഇന്നത്തെ മീനച്ചൽ നദിയാണ്. മീനച്ചൽ താലൂക്ക് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം കീഴടക്കിയ ചേർത്തല വരെയുള്ള പ്രദേശങ്ങൾ പിൽക്കാലത്താണ് പത്മനാഭസ്വാമിക്ക് നടക്കി വെച്ചത്. ഇനി നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അവസാനത്തെ ആളാണോ മാർത്താണ്ഡവർമ്മ? തൃപ്പടിദാനം നടത്തിയതിൽ അവസാനത്തെ ആളാണോ മാർത്താണ്ഡവർമ്മ എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മാർത്താണ്ഡവർമ്മ 1758 മരിക്കുക. 1758 മരിക്കുമ്പോൾ അധികാരമേൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനന്തരവനായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഈ കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് മറ്റൊരു വിളിപ്പേരുണ്ട്, ധർമ്മരാജാവ് എന്നാണ്. കിഴവൻ രാജ എന്നും അദ്ദേഹത്തിന് വിളിക്കാറുണ്ട്. ആ 10-40 കൊല്ലം അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചു. അന്ന് സാമൂതിരിയെ ഈ കൊച്ചിയെ ആക്രമിക്കുമ്പോൾ സാമൂതിരിയെ തുരത്തുന്നതിന് വേണ്ടി കൊച്ചിയെ സഹായിച്ചതിന് പ്രതിഫലമായി പറവൂരിലെ 12 ഗ്രാമങ്ങൾ തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു. വടക്കൻ പറവൂരിലെ 12 ഗ്രാമങ്ങൾ തിരുവിതാംകൂറിന് കൊച്ചി രാജാവ് വിട്ടുകൊടുത്തു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് സാമൂതിരിയെ ചെറുത്തതിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് ഈ 12 ഗ്രാമങ്ങളും ഈ കാർത്തിക തിരുനാൾ രാമവർമ്മ പത്മനാഭസ്വാമിക്ക് നടക്കി വെച്ചതായിട്ടുള്ള രേഖയും ലഭ്യമാണ്. അത് 1790 ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ആളല്ല അവസാനത്തെ ആളുമല്ല മാർത്താണ്ഡവർമ്മ. പിന്നെ ഈ പറഞ്ഞതുപോലെ കഥകൾ എന്ന് പറയുമ്പോൾ ഈ കൂടസ്ഥകർത്ത എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് ഈ ലോകത്ത് നടന്നത് മുഴുവൻ പ്രസിദ്ധനായ ഒരാളിൽ ചാർത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് കൂടസ്ഥകർത്ത. സാധാരണ സംസ്കൃതത്തിലുള്ളൊരു ആണ്. ഇപ്പോൾ ഓട്ടംതുള്ളൽ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന കുഞ്ചൻ നമ്പ്യാരാണ്. ഭക്തികാവ്യം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന എഴുത്തച്ഛനാണ്. അപ്പോൾ ഇത്തരത്തിൽ ചില കൂടസ്ഥകർത്താക്കളുണ്ട്. അങ്ങനെ ചരിത്രത്തിലെ തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു കൂടസ്ഥകർത്താവാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതുമെല്ലാം ചാർത്തി കൊടുത്തൊരു അഭൗമ വ്യക്തിത്വമായി മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു രാജഭക്തിയുടെ എഴുത്തും പിന്നെ പ്രഭാവമൊക്കെ നമുക്ക് യൂട്യൂബിലും അതിലും ഇതിലും കാണാൻ പറ്റും. പക്ഷേ ഇത് രേഖകൾ വച്ചുകൊണ്ടുള്ളൊരു പഠനമാണ് മുമ്പിൽ അവതരിപ്പിച്ചത്.